നക്ഷത്രങ്ങളെ കുറിച്ച് ഇനിയൊന്നും പറയാനില്ല. ഞാൻ സ്പോർട്സിനെ കുറിച്ച് പാട്ടുകളെ കുറിച്ചാണ് അധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ പുസ്തകങ്ങൾ കളിയെ പറ്റി എഴുതിയിട്ടുള്ളത്. പക്ഷെ ഇത് അതിലൊന്നും പെടാത്ത, ആ ജനസിലൊന്നും പെടാത്ത ഒരു പുസ്തകമാണ്. ഇതെന്റെ മാധ്യമ ജീവിതത്തെ സ്പർശിച്ച് കൊണ്ട് കടന്നു പോകുന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ എഴുതിയ പുസ്തകങ്ങളിൽ എൻ്റെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പുസ്തകമാണ്. കാരണം ഇതിൽ എൻ്റെ ജീവിതമുണ്ട്. വയനാട്ടിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ച് എന്നെങ്കിലും എൻ്റെ പേര് അച്ചടി മഷി പുരണ്ട് കാണാൻ സ്വപ്നം കണ്ട് ഒരിക്കലും സങ്കല്പിക്കാത്ത ഒരു ലോകത്തിലൂടെ, അനുഭവങ്ങളിലൂടെ ആ സ്വപ്നാടകനെ കൈപിടിച്ച് നടത്തിക്കൊണ്ടുപോയ കുറെ പേർക്കുള്ള എൻ്റെ ആദരം, എൻ്റെ പ്രണാമം ആണ് ഈ പുസ്തകം. അതിൽ വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളുണ്ട്, പ്രശസ്തരല്ലാത്ത ആളുകളുണ്ട്, എഡിറ്റേഴ്സ് ഉണ്ട്, റിപ്പോർട്ടേഴ്സ് ഉണ്ട്, ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഈ പുസ്തകം സത്യം പറഞ്ഞാൽ ഞാൻ എഴുതണം എന്ന് വെച്ച് എഴുതിയല്ല. എൻ്റെ ഓർമ്മകളിൽ തിളങ്ങി നിൽക്കുന്ന കുറെ മുഖങ്ങൾ, ആ മുഖങ്ങൾ എപ്പോഴും കടന്നു വരാറുണ്ട്. ആ ഓർമ്മകളിലൂടെ തിരിച്ച് നടന്നപ്പോൾ എനിക്ക് ലഭിച്ച അനുഭവങ്ങൾ മാത്രമാണ്. ഇവിടെ പലരും പറഞ്ഞു പാട്ട്, സ്പോർട്സ്, ഈ രണ്ട് മേഖലകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ എനിക്കത് അത്ര വലിയൊരു ആയാസകരമായ ഒരു ഏർപ്പാടായി തോന്നിയിട്ടില്ല. രണ്ടിനും രണ്ട് ഭാഷയാണ് വേണ്ടത്. പാട്ടിനെ കുറിച്ച് എഴുതുമ്പോൾ ആർദ്രമായ ഭാഷ വേണം എന്നാണ് പറയുക. സ്പോർട്സ് ആകുമ്പോൾ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഊർജ്ജസ്വലമായ ഭാഷ വേണം. പക്ഷെ ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു അനുഭവം ഞാൻ പറയാം. ആദ്യം സമയമില്ലാത്തതുകൊണ്ട് ഒരു അനുഭവം, ഇനി എൻ്റെ ഹൃദയത്തെ തൊട്ട ഒരു അനുഭവം ഞാൻ പറയാം. എങ്ങനെയാണ് ഈ ഫുട്ബോളും പാട്ടും തമ്മിൽ പ്രണയിക്കുന്നതെന്ന്. നിങ്ങൾക്കറിയാം, ദേവരാജൻ മാസ്റ്റർ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ മലയാളത്തിലെ സംഗീത സംവിധായകരുടെ കുലപതിയാണ്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കേട്ടു വളർന്ന പാട്ടുകളുടെ ശില്പിയാണ്. എന്തെങ്കിലും മാഷ കാണാൻ പറ്റുമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഒരിക്കൽ മാഷ കണ്ടു. അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിൽ ചെന്നപ്പെടാൻ പറ്റി. അദ്ദേഹമായിട്ട് വലിയൊരു ആത്മബന്ധം സ്ഥാപിക്കാൻ പറ്റി. അപ്പോൾ കോഴിക്കോട് വെച്ച് അദ്ദേഹം പരിചയപ്പെട്ടു. അദ്ദേഹം ഒരു ചികിത്സയ്ക്ക് വേണ്ടി വന്നതാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ. ധാരാളം പാട്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കും, നല്ല രസമാണ് അദ്ദേഹത്തെ സംസാരിച്ചത്. അതിനിടയ്ക്ക് അദ്ദേഹം ഒരിക്കലും എന്നോട് പറഞ്ഞു, രവിമേനോൻ, അത് വളരെ പതിഞ്ഞ ശബ്ദത്തിലാണ് പറയാം, എനിക്കൊരാഗ്രഹമുണ്ട്, രവിമേനോൻ വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കും. മാഷ പോലുള്ള ഒരാൾക്ക് ഒരാഗ്രഹം ഞാനെങ്ങനെ സാധിച്ചു തരാം? അതിനെനിക്കെന്താ യോഗ്യതയുള്ളൂ? അല്ല, ഇത് രവിമേനോൻ വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കും. എന്താ മാഷേ? എനിക്കൊരാളെ പരിചയപ്പെടണം. പക്ഷെ അതാരാ? പക്ഷെ ഞാൻ വിചാരിച്ച എന്താ വെച്ചാൽ കോഴിക്കോട്ടൊക്കെ പഴയ ധാരാളം സംഗീതജ്ഞരൊക്കെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒളിമ്പ്യൻ റഹ്മാനെ ഒന്ന് പരിചയപ്പെടണം. ഞാൻ അന്തം വിട്ടുപോയി. കാരണം ഒളിമ്പ്യൻ റഹ്മാൻ എന്ന ഫുട്ബോളിലെ കോഴിക്കോടിന്റെ വേറെ തന്നെ ഒരു മേഖലയാണത്. ഒളിമ്പ്യൻ റഹ്മാൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടുകാരുടെയൊക്കെ ഒരു ഹരം. ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ കളിച്ച ആളാണ്. അപ്പൊ ഞാൻ അതെന്താ മാഷേ ഒളിമ്പ്യൻ റഹ്മാൻ എന്താ ഇതിലോട്ട് മന്ദം മാഷ് ഇട്ടത്? മാഷ് പറഞ്ഞു, ഞാൻ 1954 കൊച്ചി സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ വലിയ ആരാധകനാണ്. അപ്പോൾ ONVയുടെ കൂടെ ഞാൻ ഫുട്ബോൾ കാണാൻ പോയി. അന്ന് ബംഗാളും സർവീസസും തമ്മിലുള്ള ഒരു മാച്ചാണ്. സർവീസസ് എന്ന ഉന്നതമായ ടീമാണ്. ഗോൾ കീപ്പർ തങ്കരാജാണ് ഗോൾ കീപ്പർ, പീറ്റർ തങ്കരാജ്, 6 അടിയിൽ ഉയരമുള്ള ഗോൾ കീപ്പറാണ്. അപ്പൊ അതിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ്, ഒരു പെനാൾട്ടിക്ക് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. രണ്ടുപേരും ഗോൾ രഹിതമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ പെനാൾട്ടിക്ക് എടുക്കാൻ അന്ന് PK ബാനർജി, ചുനി ഗോസ്വാമി തുടങ്ങിയ വലിയ വലിയ ഒളിമ്പ്യന്മാരൊക്കെ ഉള്ള ടീമാണ്. ആർക്കും ധൈര്യമില്ല. കാരണം പീറ്റർ തങ്കരാജ് എന്ന് പറയുന്ന ഗോൾ കീപ്പർ അദ്ദേഹത്തിന്റെ വിശാലമായ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് കൈകൾ നീട്ടി ഇങ്ങനെ പോസ്റ്റിന്റെ അടിയിൽ നിൽക്കുക. ഓരോരുത്തരായി കോച്ച് ഓരോരുത്തരായിട്ട് പറയുന്നുണ്ട്, സീനിയർ പ്ലേയേഴ്സ് എല്ലാം വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് പറഞ്ഞു. പെട്ടെന്ന് മെലിഞ്ഞ ഒരു മനുഷ്യൻ വരുന്നു, ഞാൻ അടിക്കാം. നോക്കുമ്പോൾ ഈ ഒളിമ്പ്യൻ റഹ്മാനാണ്. ഈ ONV ദേവരാജ് എഴുന്നേറ്റ് ഇങ്ങനെ വിസിലടിച്ചു. നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല, രണ്ട് മഹാന്മാരായ കലാകാരന്മാർ വിസിലടിക്കും. അപ്പൊ അന്ന് ആ ഗോൾ അടിച്ചു. തങ്കരാജ് ഒരു ഭാഗത്തേക്ക് ചാടി, പന്ത് മറ്റേ അടുത്ത് കൂടെ പോസ്റ്റിൽ ബംഗാൾ ജയിക്കുകയും ചെയ്തു. അപ്പൊ അന്ന് തുടങ്ങിയ ഒരു ആരാധനയാണ് ഈ ഒളിമ്പ്യൻ റഹ്മാനോട്. അപ്പൊ ജീവിതത്തിൽ ഏറ്റവും വലിയ, അത് കഴിഞ്ഞിട്ട് 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്നോട് ഇത് പറയുന്നത്. പക്ഷെ
ഞാനപ്പോൾ ഞാനെന്താ ഞാൻ റഹ്മാൻക്കെ ദിവസവും കാണുന്ന ആളാണ്, അദ്ദേഹത്തെ ഞാൻ പറയാം. അപ്പോൾ മാഷ് പറയാം അത് പാടില്ല, നമ്മൾ അദ്ദേഹത്തെ അവിടെ പോയി കാണണം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ഞാനന്ന് വൈകുന്നേരം തന്നെ റഹ്മാൻക്കെ കണ്ടു. റഹ്മാൻക്ക എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട്. റഹ്മാൻക്ക് സംഗീതമോ അല്ലെങ്കിൽ സംഗീതമൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അത് ആരാണെന്നും അറിയില്ല. അപ്പോൾ പുള്ളി ഹിന്ദി പാട്ടുകളുടെയൊക്കെ വലിയ ആളാണ്. അപ്പോൾ പുള്ളി പറയും നിങ്ങളുടെ ഈ മലയാളം പാട്ടൊന്നും ഞാൻ കേൾക്കാറില്ല, ഏതാ അദ്ദേഹത്തിൻ്റെ പാട്ട്. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ നാടക ഗാനങ്ങളൊക്കെ മാരിവില്ലി തേന്മല വലിയ കുടീരങ്ങളെ. അപ്പം പുള്ളി ഭയങ്കര ഞാൻ ഇപ്പം തന്നെ പോകാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട റഹ്മാൻക്ക, പുള്ളി ഇങ്ങോട്ട് വന്ന് വേണ്ട വേണ്ട ഞാൻ പോയി കാണാമെന്ന്. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തെയും കൊണ്ട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അതൊരു അസാധ്യ കൂടിക്കാഴ്ച. മാഷ് ഇങ്ങനെ കട്ടിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ റഹ്മാൻ ഇങ്ങ് വരുന്ന ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. മാഷ് ചാടി എഴുന്നേൽക്കും. അതായത് ഏറെ മാഷ നമുക്കറിയാം, ഒരു മനുഷ്യനെയും പുള്ളി വകവെക്കില്ല. ആർക്കെയൊക്കെ പറയാറുണ്ട് എൻ്റെ അടുത്ത് പാട്ട് കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളി അതെന്താ ചെയ്യാൻ നമുക്ക് പറയാം. ചിലപ്പോൾ പുള്ളി വായിച്ചു നോക്കിയിട്ട് എന്താ മാഷെ കൊള്ളില്ല, വേറെ എഴുതിക്കൊണ്ട് പറയാം, ഇങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. അദ്ദേഹം ആരാധനയുടെ കൂടി ഒടുങ്ങുന്നതിന്റെ മുന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലൊക്കെ ആയിട്ട് ഏറ്റവും ഒരു ഭാഗ്യ നിമിഷം തോന്നും. അങ്ങനെ അവരൊരു സംസാരമാണ് പഴയ കാലം. അപ്പം തേരാ മാഷ് മുഴുവൻ ഫുട്ബോളിനെ പറ്റി സംസാരിക്കുക, അന്നത്തെ ഫുട്ബോളിൽ. റഹ്മാൻക്ക പറയുന്നത് അത് പണ്ടൊക്കെ കുതിരകളായിരുന്നു, ഇപ്പൊ ഇന്ത്യൻ ഫുട്ബോളിലത്തെ കഴുതകളാണ് കളിക്കുന്നത്. അപ്പൊ മാഷ് പറയും ആ സംഗീതത്തിൽ ഏതാണ്ടൊക്കെ അതുപോലെയാണ്. അപ്പൊ ഇതെല്ലാം കേട്ട് ഞാനിങ്ങനെ അന്തപ്പെട്ടിരിക്കുകയാണ്. എന്റെ ജീവിതം ഉജ്ജന്മ സുഹൃത്തായിരിക്കും എനിക്ക് ഇത് കിട്ടിയത്. ഞാനിത് എഴുതിയിട്ടുണ്ട് സംഭവം. അപ്പൊ ഇതുപോലുള്ള അനുഭവങ്ങൾ ശരിക്കും പറഞ്ഞ പാട്ടിനെയും ഫുട്ബോളിനെയൊക്കെ കണക്ട് ചെയ്യുന്ന പല സംഭവങ്ങൾ ദാസേട്ടൻ പറഞ്ഞുകൊണ്ട് AT ഉമ്മർ ഒന്നാന്തരം കളിക്കാരനായിരുന്നു. രാഘവൻ മാഷ് ആദ്യ ഫുട്ബോൾ പ്ലെയർ, കാൽടെക്സിന്റെ ഫോർവേഡായിരുന്നു. അങ്ങനെ പല അനുഭവങ്ങളുണ്ട്. അപ്പൊ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പൊ ഇത് എൻ്റെ ഒരു ഭാഗ്യ നിമിഷമാണ് ഈ പുസ്തകം റിലീസ് ചെയ്യാൻ. ആരാണ് റിലീസ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണന്റെ പേര്. കാരണം എനിക്ക് അദ്ദേഹത്തെ വളരെ വർഷങ്ങൾക്ക് മുമ്പേ പരിചയപ്പെട്ടിട്ടുണ്ട് കൈതപ്രത്തിന്റെ വീട്ടിൽ വെച്ച്. പിന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ, ഞാനൊക്കെ മുത്തശ്ശൻ എന്ന് വിളിക്കുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂരി സിനിമയിൽ അഭിനയിച്ച ശേഷം ആദ്യമായിട്ട് അദ്ദേഹത്തെ കുറിച്ച് ഒരു ലേഖനം എഴുതുന്നത് ഞാനാണ്. എൻ്റെ ഭാഗ്യമായിരുന്നു അത്. ഇന്ത്യൻ എക്സ്പ്രസ്സില് ആ ലേഖനം അടിച്ചു വന്നപ്പോൾ മുത്തശ്ശൻ എന്നെ വിളിച്ചിട്ട് വളരെ വികാരാധീനായിട്ട് നിറഞ്ഞ കണ്ണുകളോട് കൂടിയിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത്രയൊക്കെ ഉണ്ടോ ഞാൻ എന്ന് ചോദിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ജസ്റ്റിസ് അവിടെ ഉണ്ട്, ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ ഇപ്പൊ ഞാൻ ജസ്റ്റിസിന് കിട്ടണമെന്ന് ദേവിയോട് സിസ്റ്ററോട് പറഞ്ഞപ്പോ, കൈതപ്പത്തിന്റെ ഭാര്യയോട് പറഞ്ഞപ്പോ അവരോട് ഞാൻ വിളിച്ചു പറയാം വരും. അല്ല അദ്ദേഹം തിരക്കുള്ള മനുഷ്യനല്ലേ, അദ്ദേഹത്തിന് വരാൻ പറ്റുമോ? അതിനെന്താ ഞാൻ പറഞ്ഞ വരും, എന്തായാലും വരും. അല്ല ചിലപ്പോ വൈകിപ്പോയാലോ? അപ്പൊ അവരിങ്ങനെ ഒരു നിമിഷം എന്നെ നോക്കിട്ട് പറഞ്ഞു, കൈതപ്രം ചിലപ്പോ 2-3 ദിവസം വൈകും, പക്ഷെ ഈ മനുഷ്യൻ കൃത്യസമയത്ത് വന്നിരിക്കും എന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഈ റിലീസ് ഫംഗ്ഷന് കിട്ടിയതിലേക്ക് വലിയ സന്തോഷമുണ്ട്. എൻ്റെ ഒരു ധന്യ നിമിഷമാണ് അത്. പിന്നെ അത് ഏറ്റുവാങ്ങിയ രമ്യ എന്ന് പറഞ്ഞ രമ്യയെ ഞാൻ ആദ്യം ഒരു സിനിമാ നടിയായിട്ടോ അല്ലെങ്കിൽ ഗായികയായിട്ടോ ഒന്നല്ല പരിചയപ്പെടുന്നത്, എൻ്റെ വായനക്കാരിയായിട്ടാണ്. ഞാൻ അതിനെ അത്ഭുതപ്പെട്ടു. ദുബായിൽ വെച്ചിട്ട് ഞാൻ കൂടി ജൂറിയായ ഒരു കമ്മിറ്റിയാണ് ആ പുരസ്കാരം, സെല്ലയുടെ പുരസ്കാരം. അപ്പോൾ എന്നെ പരിചയപ്പെട്ടത് സാധാരണഗതിയിൽ നമ്മളൊരു പത്രപ്രവർത്തകൻ ഒരു സിനിമ അഭിനേത്രിയായിട്ട് പരിചയപ്പെടുന്നത് ഓക്കെ എന്നല്ലാതെ ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ അമ്മയെ കുറിച്ച് എഴുതിയ ലേഖനം ഞാൻ വായിച്ചിരുന്നു മാത്രമേ. എനിക്ക് വളരെ ടച്ചിങ് ആയി തോന്നി. ഞാൻ പലതവണ വായിച്ചു. അന്ന് തുടങ്ങിയ ഒരു സൗഹൃദമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സിനിമയുടെ ലോകത്ത് വളരെ ആഴത്തിൽ വായിക്കുകയും അതിനനുസരിച്ച് സ്വന്തം നിലപാടുകൾ ഉണ്ടാക്കുകയും ആ നിലപാടുകൾ എവിടെ ഏത് വേദിയിൽ വെച്ച് പ്രഖ്യാപിക്കാൻ, ധൈര്യത്തോടെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരാളാണ് രമ്യ. രമ്യയാണ് ഇത് ഏറ്റുവാങ്ങിയത് എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ബാബുജി പറയേണ്ട, ഞാൻ രവിദാസ് പറഞ്ഞ പോലെ 35 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ ആതിഥേയനായിട്ട് കൊല്ലത്ത് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് അദ്ദേഹം സ്റ്റാറാണ്. നിയമസഭയിൽ പാസ് നിഷേധിക്കേണ്ടതിന്റെ പേരിൽ വളരെ വിവാദങ്ങളൊക്കെ നടക്കുന്ന കാലമാണ്. അന്ന് കേരള സമൂഹം മുഴുവൻ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരുന്നു എന്നുള്ളത്. ഇന്നൊരു മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ വിമർശിക്കപ്പെടുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നീതി ലഭിക്കാതെ പോകുക എത്ര പേർ പിന്നിൽ നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ന് മാധ്യമ പ്രവർത്തകർ എന്ന് പോലും വിളിക്കുന്നില്ല, മാപ്രകൾ ആയി മാറിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട്
ആ വിലയൊക്കെ പോയി. അതിന്റെ കാരണം എന്താണെന്ന് തോന്നുന്നു നമുക്ക് അന്വേഷിച്ച് പോകേണ്ട, അത് വേറൊരു വിഷയമാണ്. അപ്പോൾ ആ കാലം മുതലുള്ള ഒരു ബന്ധമാണ് ബാബുജിയായിട്ട്. പിന്നെ റിക്സൺ, ഞങ്ങളുടെ MD റിക്സണിനെ പറ്റി പറയുകയാണെങ്കിൽ, സാധാരണ MD, ഒരു സ്ഥാപനത്തിന് MD എന്നൊക്കെ പറയുമ്പോൾ ഈ അക്ഷരപ്രേമികളാണെന്നില്ല. കാരണം മുതലാളിമാരൊക്കെ ഈ കണക്കുകളുടെ ഒരു ലോകത്തായിരിക്കും വിവരിക്കുക. MD എന്നൊക്കെ പറയുമ്പോൾ അക്ഷരങ്ങളെ സ്നേഹിക്കുക അല്ലെങ്കിൽ എഴുത്തിനെ സ്നേഹിക്കുന്ന ആളാവില്ല. പക്ഷെ നമ്മുടെ റിക്സൺ ഒരു അക്ഷര സ്നേഹിയാണ്, അക്ഷരത്തിന്റെ ലോകത്ത് വിഹരിക്കുന്ന ആളാണ്. അദ്ദേഹം നന്നായി എഴുതും, ലളിതസുന്ദരമായിട്ട് എഴുതും, അസൂയപ്പെടുത്തുന്ന ഒരു ശൈലി അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞുള്ളത് എന്റെ സന്തോഷമാണ്. പിന്നെ എന്റെ ഏറ്റവും വലിയ സന്തോഷം ഇന്ന് രഞ്ജിനിയെയും ഷിബുവിനെയും ഒരുമിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ബന്ധപ്പെട്ട് നിൽക്കുക സൂപ്പർ ഹിറ്റ് പാട്ടുകളുടെ സൃഷ്ടാക്കള്. ഷിബുവിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഷിബു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഗാനരചയിതാവാണ്. നമുക്കറിയാം, പല ഗാനരചയിതാക്കളൊക്കെ നമ്മൾ കാണുമ്പോൾ സംസാരിക്കുന്ന എത്രയോ പേരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, കർമാഷ പോലും ഇങ്ങോട്ട് എത്രയോ. അപ്പൊ പല ആളുകളും, പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തൊക്കെ പല ആൾക്കാരും ഈ പാട്ട് അത്ര വലിയ സംഭവമൊന്നും ആയിരിക്കില്ല. പാട്ടുകൾ ഹിറ്റാവുന്ന ചിലപ്പോൾ മ്യൂസിക്കിന്റെയോ ഒക്കെ ഗുണം കൊണ്ടൊക്കെ ആയിരിക്കാം, അത്ര വലിയ കാവ്യ ഗുണമൊന്നും. പക്ഷെ ഇതിനെപ്പറ്റി വിശദീകരിക്കുമ്പോൾ മഹത്തായ ഒരു സംഭവമാണ്. എൻ്റെ ഒരു ത്യാഗം, എൻ്റെ ചോര പൊടിഞ്ഞിരിക്കുന്നു ആ വരികളിൽ എന്നൊക്കെ പറയുവാർക്ക്. ഇതിലൊക്കെ ചോര പൊടിയാൻ മാത്രമൊന്നുമില്ല, ട്യൂണിനനുസരിച്ച് എഴുതാൻ മാത്രമുള്ള ഒരു സംഭവം എഴുതുന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ പറയില്ല, എഴുതും. പക്ഷെ ഷിബു പറയും ഇത് പൂർണ്ണമായും ഒരു പ്രൊഫഷണൽ സംഭവമാണ്. ഒരു ട്യൂൺ ഇട്ട് കൊടുക്കുന്നു, ഒരു സിറ്റുവേഷൻ പറയുന്നു, നമുക്ക് അപ്പം തോന്നുന്ന ഒരു കുറച്ച് വരികൾ എഴുതി കൊടുക്കുന്നു, എന്തോ ഭാഗ്യത്തിന് ക്ലിക്ക് ചെയ്യുന്നു. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ ഒരു സംഭവം കൂടി പറയും, ഓർമ്മകൾ ഓടി കളിക്കുവാൻ എത്തുന്നുള്ള പാട്ട്. അത് ഭയങ്കര ആ ദാരിദ്ര്യവും കുട്ടിക്കാലത്ത് ദാരിദ്ര്യം അനുഭവിച്ച ഒരാളുടെ അതൊക്കെ മനസ്സിൽ വരുന്നുണ്ട്. വാൽമീ സർവീസ് ഷിബുവിനെ വിളിച്ചു. ഷിബു, എനിക്ക് വളരെ ഹൃദയസ്പർശിയായി തോന്നി. ആ ദാരിദ്ര്യം അനുഭവിച്ചവർക്കേ അത് എഴുതാൻ പറ്റൂ. തീർച്ചയാണ് ഷിബു, ഞാൻ അങ്ങനെ അനുഭവിച്ച ആളല്ല, എന്റെ ചോർന്ന വീടല്ല. അത് പക്ക പ്രൊഫഷണൽ ഗാനരചയിതാവാണ് ഷിബു. അതുകൊണ്ട് അദ്ദേഹത്തിന്, അത് മാത്രമല്ല, അങ്ങനെ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ പലതും നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത്. എത്രയോ മനോഹരമായ പാട്ടുകൾ, ചെമ്പരത്തിപ്പൂവിലൊക്കെ എത്ര മനോഹരമായ പാട്ടുകൾ. പിന്നെ രഞ്ജിനി നിങ്ങൾ അറിയുന്ന നടിയായിട്ടും ബിസിനസ് വുമണൊക്കെ ആയിട്ടൊക്കെ അറിയുന്നത്. പക്ഷെ എനിക്ക് അറിയുന്ന ഒരു ചരിത്രാന്വേഷിയായിട്ടാണ്. ഞാൻ സിനിമ പാട്ടിൻ്റെ ഒക്കെ പിന്നാലെ അലയുന്ന പോലെ സിനിമയുടെ ചരിത്രത്തിന്റെ പിന്നാലെ അലയുന്ന ഒരാളാണ് രഞ്ജിനി. അത് പലർക്കും അറിയുന്നുണ്ടാവില്ല. ഞങ്ങൾ അങ്ങനെ കമ്പൈൻഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. പിന്നെ രവീന്ദ്രദാസൻ പറഞ്ഞു, രവീന്ദ്രദാസൻ എന്ന് പറഞ്ഞാൽ എത്രയോ 35 വർഷത്തെ ബന്ധമാണ്. എത്രയോ ടൂർണമെന്റുകൾ കവർ ചെയ്തു, എത്രയോ സ്ഥലത്ത് ഒരുമിച്ച് ജീവിച്ചു, എത്രയോ ഫുട്ബോൾ സംഘാടകരുടെ മണ്ടത്തരങ്ങൾ ഞങ്ങൾ ആസ്വദിച്ചു. അങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല രവീന്ദ്രദാസ് ഇങ്ങനെ പറഞ്ഞ കഥ. ഞാൻ ആ കാലത്തേക്ക് തിരിച്ചു നടക്കുകയില്ല. എത്രയോ കാലം നമ്മള് ഇന്നത്തെ കാലത്ത് സ്പോർട്സ് ജേർണലിസം എത്രത്തോളം പ്രസക്തമാണെന്ന് അറിയില്ല. കാരണം നമ്മളിപ്പോൾ എല്ലാം ഫോണിൽ ഒറ്റ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം കിട്ടുന്ന ഒരു കാലമാണ്. പക്ഷെ എന്നാൽ പോലും ആ കാലഘട്ടത്തില് നന്മകൾ, ആ കാലഘട്ടത്തിലെ സൗഹൃദങ്ങൾ, പരസ്പരമുള്ള ആദരവിൽ അധിഷ്ഠിതമായിട്ടുള്ള മാധ്യമ പ്രവർത്തകരുടെ ബന്ധം, അതൊക്കെ ഈ പുസ്തകത്തിലൂടെ പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും എൻ്റെ ഹൃദയത്തോട് ചേർന്ന്, ഞാൻ ആദ്യമായിട്ട് ജീവനോടെ കണ്ട ഗാനരചയിതാവ് മിസ്റ്റർ R.K. രാമാരൻ പഠിക്കുന്ന കാലത്ത്. അപ്പോൾ R.K. രാമാരനൊക്കെ നോക്കി നിൽക്കുക, എന്താണ് രവിവർമ്മ ചിത്രത്തിൽ എഴുതിയ മനുഷ്യൻ, യേശുദാസ് പാടിയ ആൾ, അങ്ങനെ അന്തം വിട്ട് നോക്കിയിരുന്ന മനുഷ്യരാണ്. പിന്നെ അദ്ദേഹത്തെ സൗഹൃദ വലയത്തിൽപ്പെട്ടു. പിന്നെ ഞാൻ ആരാധിച്ച E.T. മാത്യു എന്ന ഗോൾ കീപ്പർ, കേരളത്തിന്റെ. ഒരു കാലത്ത് ഞാൻ വിക്ടർ മഞ്ഞില, ഗോൾ കീപ്പേഴ്സിനോട് ആയിരുന്നു ഇഷ്ടം. വിക്ടർ മഞ്ഞില, സേതു മാധവൻ, E.T. മാത്യു. അത് E.T. മാത്യുവിൽ വന്നതിന്റെ സന്തോഷം. അതെ, പിന്നെ രാജീവ്, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ ധാരാളം പേര്, ഇഷ്ടം പോലെ. അപ്പോ പുളിക്കൻ, പിന്നെ ജഗദീഷ് ബാബു, അങ്ങനെ പറഞ്ഞാൽ തീരില്ല, ഇത്രയും പേരുണ്ട്. അപ്പൊ ഈ ഒരു കുടുംബ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇത് ഞാൻ കാണുന്നുള്ളൂ. അല്ല ഔപചാരികമായിട്ട് ചടങ്ങായിട്ട് കാണുന്നില്ല. ഇവിടെ വന്ന് എന്നെ അനുഗ്രഹിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ പറയുന്നു. പറ്റുമെങ്കിൽ പുസ്തകം വായിക്കുക, അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു വെരി മച്ച്.